ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ആരും മിസ് ചെയ്യരുത്. എല്ലാവരും കണ്ട് നല്ല ആസ്വദിച്ച് അറുമാദിച്ച് അങ്ങോട്ട് ചിരിച്ചോളൂ. പാലക്കാട് മത്സരിച്ച് 8 നിലയിൽ പൊട്ടിയ അല്ലെങ്കിൽ 8 നിലയിൽ പൊട്ടിച്ച നമ്മുടെ മുല്ലപ്പൂ വെച്ച നിഴൽച്ചോപ്പൻ ചേച്ചിയുടെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ. മാസം എന്ന് പറഞ്ഞാൽ പോരാ, കൊല മാസം എന്ന് വേണം പറയാം. കാരണം അവർ പറയുന്നത് BJPയുടെ ഗർജിക്കുന്ന പെൺപുലി എന്നൊക്കെയാണല്ലോ പറയുന്നത്. കാരണം ചേച്ചിക്ക് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചേച്ചി അങ്ങ് പൊളിച്ചങ്ങ് അടുക്കും. പൈസ കൊടുത്തു, ചേച്ചി സാരി കൊടുത്തു, ചേച്ചി കിറ്റ് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം മേടിച്ചിട്ട് ചേച്ചിയുടെ മുഖത്ത് നോക്കി ഇളിച്ച് കാണിച്ചിട്ട് പുറയിൽ പോയി ചേച്ചിക്കിട്ട് കുത്തിയവരാണ് ശ്രദ്ധിക്കേണ്ടത്. പാലക്കാട്ട് ഓരോ ആളുകളും ശ്രദ്ധിച്ചോളുക. ചേച്ചി വെറുതെ വിടത്തില്ല. കാരണം അതുപോലെയാണ് ചേച്ചി ഈ പാലക്കാട് പൈസ ഇറക്കിയത്. എന്നിട്ട് വഞ്ചനയാണ് പാലക്കാടുള്ള ജനങ്ങൾ ചേച്ചി എടുത്ത് കൊടുത്തത്. ഏതാണെങ്കിലും ഈ പ്രവർത്തകരുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് ചേച്ചി പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗീർവാണം ഉണ്ടല്ലോ, അതൊന്ന് കേൾക്കുമ്പം ഇങ്ങനെ രോമം ഇങ്ങനെ എഴുന്നേക്കും. കാരണം അതുപോലത്തെ ഒരു ഐറ്റം ആണെന്നേ നമ്മുടെ മുല്ലപ്പൂ വെച്ച നിഴൽ ചേച്ചി. എന്തായാലും ചേച്ചിയുടെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് കേരളത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഇവന്മാരെ ജയിപ്പിച്ചു വിട്ടതിനെക്കാട്ടി നല്ലത് BJPനെ ജയിപ്പിക്കുന്നതായിരുന്നു. ഇപ്പം KC വേണുഗോപാലിനെ കുറിച്ചിട്ട് പറയുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ഇദ്ദേഹം BJPയുടെ ഒരു ഏജന്റ് ആണെന്നാ. സത്യത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഇപ്പം ഇയാൾക്കിനി ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തെന്നിരിക്കട്ടെ, അപ്പോൾ ഇയാളുടെ MP സ്ഥാനം രാജിവെക്കണം. അവിടെ ഒരു മത്സരം ഉണ്ടാവും. ആ മത്സരം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അവിടെ ശോഭയായിരിക്കും മത്സരിക്കാനായിട്ട് വരുന്നത്. അവര് വൻപിച്ച ഭൂരിപക്ഷത്തിൽ അവരിവിടെ വിജയിക്കുകയും ചെയ്യും, ഇല്ലെങ്കിൽ ലവന്മാരെല്ലാം കൂടെ വിജയിപ്പിക്കും. ആ ഒരു സാഹചര്യത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ആസാം കോൺഗ്രസ് ഭരിച്ചൊരു സംസ്ഥാനമാണ്, അതും പോയി കിട്ടി. അങ്ങനെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലായിടത്തും ഇയാൾ പോയി നിന്നുകൊണ്ട് ഇപ്പൊ എല്ലായിടത്തും കോൺഗ്രസിനെ ഇങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരതം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ പാലക്കാടുള്ള ജനങ്ങളെ നിങ്ങളെല്ലാവരും സൂക്ഷിച്ചോളുക. ചേച്ചി നിങ്ങളാരും വെറുതെ വിടത്തില്ല. കാശ് മേടിച്ചവരും സാരി മേടിച്ചവരും ചേച്ചിയോട് ചിരിച്ചു കാണിച്ചവരൊക്കെ സൂക്ഷിച്ചോളുക. ചേച്ചി 8ന്റെ പണിയായിട്ട് വരുന്നുണ്ട്. കേരളത്തിൽ ഞങ്ങൾ ഭരണത്തിൽ വരും. നമ്മുടെ ഉള്ളിച്ചേട്ടൻ പറഞ്ഞത്, അതുപോലെ നമ്മുടെ ടോർച്ച് സൂര്യ പറഞ്ഞത് കേട്ടല്ലോ, ഞങ്ങൾ തീരുമാനിക്കും കേരളം ആര് ഭരിക്കണമെന്നുള്ളത്. 2035 ആകുമ്പോൾ അവർ തീരുമാനിക്കും കേരളം ആര് ഭരിക്കണം എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ കോൺഗ്രസിന്റെ വൃത്തികെട്ട രാഷ്ട്രീയം, വൃത്തികെട്ട നേതാക്കന്മാർ ആക്കിക്കൊണ്ട് വരികയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇപ്പം ലീഗിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു പടയൊരുക്കം കോൺഗ്രസ് തന്നെ നടക്കുന്നുണ്ട്. കാരണം ഈ ഒരു 102 സീറ്റ് കിട്ടിയതുകൊണ്ടാണ്, കിട്ടിയതിൻ്റെ ഒരു ഹുങ്കാണ് കോൺഗ്രസ് ഇപ്പൊ കാണിക്കുന്നത്. നേരെ മറിച്ച് ലീഗിന്റെ ഒരു പിന്തുണ ഇല്ലാതെ കേരളം ഭരിക്കാൻ കോൺഗ്രസിന് പറ്റിയില്ലായിരുന്നുണ്ടെങ്കിൽ ഇവന്മാർ ഒരൊറ്റൊരുത്തൻ പോലും നാവ് പൊക്കത്തില്ലായിരുന്നു. അത് നമുക്കറിയാം അല്ലേ. എന്തായാലും നമുക്ക് ചേച്ചിയുടെ ഈ മാസ് ഡയലോഗ് അത് കേട്ടിട്ട് കോരിത്തരിച്ചോളൂ, പൊട്ടിച്ചിരിച്ചോളൂ. ചേച്ചിക്ക് ഒരു സങ്കടവും ഇല്ലാതെ തോറ്റതിൽ ഞാൻ ചിരിക്കുകയാണ്. കാരണം നമ്മുടെ പശ്ചിമ ബംഗാളൊക്കെ നമ്മളങ്ങോട്ട് തൂത്തുവാരി എടുത്തു. ആ പശ്ചിമ ബംഗാളിന്റെ ഒരു അവസ്ഥ ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ അറിയാം ഇവരിനി കേരളത്തിൽ വന്നാൽ എന്താണ് അവസ്ഥ ഉണ്ടാകാൻ പോകുന്നത്. ഒരുമിച്ച് പിരായിരിയിലെ വോട്ട് ഉൾപ്പെടെ മാർക്സിസ്റ്റ് പാർട്ടി നിങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന്റെ പെട്ടിയിലിട്ട് കൊടുത്ത് നിങ്ങളുടെ വോട്ട് മറിച്ച് നിങ്ങൾ എന്നെ ഇവിടെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിയമസഭയുടെ പുറത്തെ കേരള BJPയുടെ കാവൽക്കാരിയായിട്ട് ശോഭയുണ്ടാകും എന്ന് പറയാൻ വേണ്ടി കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കരഞ്ഞു മെഴുകിയിട്ടുണ്ട്. എപ്പോഴാണെന്നറിയുമോ? കരഞ്ഞു മെഴുകിയത് ഈ രാജ്യത്തിന് വേണ്ടി കാവൽ നിന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, പട്ടാളക്കാർ. ആ പട്ടാളക്കാർ മരിച്ചു വീണ് അവരുടെ ബോഡി കേരളത്തിലേക്ക് വരുമ്പോൾ അതിന്റെ മുന്നിൽ കരഞ്ഞിട്ടുണ്ട്. എപ്പോഴാണെന്നറിയുമോ? ഞങ്ങളുടെ പന്ന്യന്നൂർ ചന്ദ്രേട്ടൻ മരിച്ച വാർത്ത വീണ്ടും വീണ്ടും പ്രസംഗത്തിലൂടെ കേൾക്കുമ്പോൾ, ആ പരിപാടിയുടെ പുഷ്പാർച്ചനയിൽ പങ്കെടുക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലെ ശ്രീമാൻ ജയകൃഷ്ണൻ മാസ്റ്റർ, ആ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ശവശരീരം അത് കൈകൾ കൊണ്ട് വാങ്ങാൻ സാധിക്കാതെ നിരവധിയായിട്ടുള്ള വെട്ടുകൾ വെട്ടി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ചോരത്തുള്ളികൾ കുട്ടികളുടെ ചോറ്റുപാത്രത്തിലേക്കും പുസ്തകത്താളുകളിലേക്കും ഇറ്റിറ്റ് വീണപ്പോൾ അന്ന് കരഞ്ഞിട്ടുണ്ട്. അന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ ജയകൃഷ്ണൻ മാസ്റ്റർക്ക് വേണ്ടി യുവമോർച്ചയിൽ മുഴുവൻ സമയ പ്രവർത്തകയായി തീരുമാനമെടുത്ത് അത് പാർട്ടിയോട് പറഞ്ഞു. ആ സമയത്തൊക്കെ കരഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളൊക്കെ ചിരിക്കുന്ന സമയമാണ്. ബംഗാളിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ തകർത്ത് അവിടെ നീണാൾമാണ് ഒരു ജനാധിപത്യത്തിലും വിശ്വാസമില്ലാത്ത മമതാ ബാനർജിയുടെ ജനാധിപത്യ വിരുദ്ധതയെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ അതിശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്.
ബംഗാൾ നമ്മൾ പിടിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി സനാതന ധർമ്മത്തെ തകർക്കാൻ ശ്രമിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി വരിയിൽ നിന്ന് പോയില്ലേ? ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി നാവ് ഉയർത്തിയത്, ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലെ കഴിഞ്ഞകാല മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനെതിരെ ഒരു ഭയപ്പാടുമില്ലാതെ പ്രസംഗിക്കാൻ നിങ്ങളുടെ ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്റെ കൂടെയുണ്ടെങ്കിൽ എന്തിനാണ് കരഞ്ഞു മെഴുകുന്നത്? അടുത്ത കേരളത്തിന്റെ ഭരണമാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്. ആ ഭരണം പിടിക്കാൻ നമ്മൾ സജ്ജരാകും. അതിന് ശക്തമായിട്ട് ഈ നിയോജക മണ്ഡലത്തിന്റെ കാര്യകർത്താക്കന്മാർ തയ്യാറാകണം എന്ന് പറയാനാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ശബ്ദം മൈക്കിന്റെ തകരാറുകൊണ്ടാണ്. ശബ്ദം കുറയുന്നത് ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. മാധ്യമങ്ങളെല്ലാവരും നല്ല രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിന് സഹായിച്ച മാധ്യമങ്ങളോടും എന്നെ സ്നേഹിച്ച മാധ്യമങ്ങളോടും ഒരു പരാതിയും ഒരു പരിഭവവും എന്നെ സംബന്ധിച്ചില്ല. കാരണം നിങ്ങളുടെ പൊളിട്രിക്സ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെ ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗം രണ്ട് വരിയായിട്ട് നിങ്ങൾ കേരളത്തിൽ കാണിച്ചിട്ടുണ്ട്. എത്രയോ മാധ്യമങ്ങളിൽ രാത്രിയിൽ അടുക്കളയിൽ സാമ്പാർ വെക്കേണ്ടതിന് പകരം, അല്ലെങ്കിൽ അടുക്കളയിൽ കറി വെക്കേണ്ടതിന് പകരം, ആ സമയത്തെ പ്രസ്ഥാനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് എത്രയോ ചാനലുകളുടെ മുറിക്കകത്ത് നമ്മൾ ഇരുന്നിട്ടുണ്ട്. ആ ചാനൽ മുറികളിൽ പ്രസ്ഥാനത്തിനു വേണ്ടി നമ്മൾ ചർച്ചകൾ നടത്തുമ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നമ്മുടെ പ്രസ്ഥാനം ഒരു ദിവസം വളരും. നമ്മുടെ പാർട്ടിക്ക് MLA-മാരുണ്ടാകും, നമ്മുടെ പാർട്ടിക്ക് MP ഉണ്ടാകും, മന്ത്രി ഉണ്ടാകും. ഒരാൾ ജയിച്ചപ്പോൾ ഒരു മന്ത്രിയെ കേരളത്തിലേക്ക് ദാനമായി നൽകിയ ആളാണ് ശ്രീമാൻ ജോർജ് കുര്യൻ. നമുക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ മോദിജിയാണ് നൽകിയത്. പിന്നെ എനിക്ക് എന്തിനാണ് ഞാൻ കരഞ്ഞു മെഴുകുന്നത്? എനിക്ക് ഇതിനേക്കാൾ വലിയൊരു സർട്ടിഫിക്കറ്റ് ഇനി എന്താ കിട്ടാനുള്ളത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം ആ വേദിയിൽ വന്ന് അദ്ദേഹം പറഞ്ഞു, എന്താണ്, ശോഭ പ്രസ്ഥാനത്തിന് വേണ്ടി വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരാളാണ് എന്ന് ഈ രാജ്യത്തിന്റെ മുടിചൂടാ മന്നനായിട്ടുള്ള ലോകാരാധ്യനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ എല്ലാം മുഖത്ത് എന്താ ഉണ്ടാകേണ്ടത്? സങ്കടമല്ല ഉണ്ടാകേണ്ടത്. എന്തുണ്ടാകണം? സന്തോഷം ഉണ്ടാകണം. എല്ലാവരും ചിരിക്കണം. ഞാനും ചിരിച്ചു ചേച്ചി, ഞാനും ഒരുപാട് ചിരിച്ചു. കാരണം ഇതൊന്നും ചേച്ചിയുടെ സങ്കടമല്ല, ചേച്ചിയുടെ രോദനവുമല്ല. തോറ്റത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. കാരണം ഇതിനു മുമ്പും ഞാൻ 9 പ്രാവശ്യം തോറ്റു, ഇത് 10ാമത്തെ പ്രാവശ്യമാണല്ലോ തോക്കുന്നത്. പക്ഷേ എൻ്റെ സങ്കടം, എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ആദായം പറ്റിയിട്ട് എനിക്ക് നൈസായിട്ട് പണി തന്നില്ലേ, അവരെ ആരെയും ഞാൻ വിടൂല. പിന്നെ ഇനി കേരളം ഭരിക്കാൻ പോകുന്നത് ഞങ്ങളാണല്ലോ. BJP എന്തായാലും കേരളം ഭരിക്കുന്നത്. 3 സീറ്റ് കിട്ടിയപ്പോഴേ കേരളം ഭരിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ചേച്ചിയും ചേച്ചിയുടെ കൂട്ടാളികളും. ശക്തമായ ഒരു പ്രതിരോധമായി ചേച്ചി നിങ്ങളുടെ മുന്നിലുണ്ടാവും, അത് പുറത്തുണ്ടാവും. എന്നാണെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിഷ്പക്ഷമായിട്ട് പറയാണ്, ഇനി ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഈ കോൺഗ്രസ്സുകാരായിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, മീൻസ് ഇപ്പം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂടിയിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് ഇവർ തന്നെ ജയിപ്പിക്കാനായിട്ടുള്ള ഒരു അന്തർധാരയൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പിൻബലത്തിലും അതിൻ്റെ ഒരു ധൈര്യത്തിലും തന്നെയാണ് ചേച്ചിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം. നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ ഈ പറയുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സ്ഥലത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സര രംഗത്തേക്ക് വരാൻ പോകുന്നത് ഈ പറയുന്ന ചേച്ചി തന്നെയായിരിക്കും. ചേച്ചി വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ, അതായത് ഈ നെറിവുകെട്ട രാഷ്ട്രീയക്കാർ ഇവരെ ജയിപ്പിക്കും. അതിനകത്ത് ഒരു സംശയം വേണ്ട. എന്തായാലും ഇത് ചേച്ചിയുടെ കരച്ചിലൊന്നുമല്ല, ചേച്ചിയുടെ രോദനമായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. അത്രത്തോളം വിഷമവും സങ്കടവും കൊണ്ടാണ് ചേച്ചി പ്രവർത്തകരുടെ മുമ്പിൽ ഇങ്ങനെ പൊട്ടിപ്പോയത്. പിന്നെ സൗണ്ട് ഇടറിയത് അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, അത് മൈക്കിൻ്റെ കുഴപ്പം കൊണ്ടാണെന്നാണ് ചേച്ചി പറഞ്ഞത്. അത് ഞങ്ങൾ വിശ്വസിച്ചു. ചേച്ചി ഈ കേരളത്തിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള എല്ലാം സത്യസന്ധമായ രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ചത് കൊണ്ടാണല്ലോ കേരളത്തിൽ ചേച്ചീനെ 12,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടുത്തെ ജനങ്ങൾ നൈസായിട്ട് പണി തന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും